ഞങ്ങള് ട്രൂത്ത് ഡെയർ കളിക്കായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടതാണ് അങ്ങോട്ട്, അഫെയർ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇല്ലായിരുന്നു. അപ്പൊ അടുത്ത് ചാൻസ് വരെ കാത്തുനിന്ന്. അപ്പൊ ചോദിച്ച് ക്രഷ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇതിൽ ഒരൊറ്റ ക്വസ്റ്റ്യനെ പറ്റും. അപ്പൊ നെക്സ്റ്റിൽ ആരാന്ന് ചോദിക്കാനുള്ള ഗ്യാപ്പ് തരുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഗ്യാപ്പ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് നമ്മളെ കോളേജിലുള്ള ആളാണ്, എന്താ ഇവിടെ അല്ലാണ്ട് പേരെന്ന് വെച്ചപ്പോൾ ഷബ്നം. പിന്നെ ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് താഴത്ത് ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ തല വെച്ച് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു സാറില്ല, അവിടെ ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കുക, ഞാൻ ബ്രദറെ പോലെ കണ്ടോളാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് പിന്നാലെ നടക്കാൻ തുടങ്ങി. 6 മാസം പിന്നാലെ നടന്നു. ബ്രദറായിട്ടേ കാണുള്ളൂ, അത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു 4 months എന്തായാലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടേനി. പിന്നെ 2 വീട്ടുകാർക്കും മനസ്സിലായി ഈ 2 പേരും മാറില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ അവർ സമ്മതിച്ചു. പിന്നെ പെട്ടെന്നായിരുന്നു കഴിഞ്ഞ ജനുവരി, അതായത് 2 വർഷമാണ് ഈ ജനുവരി വന്ന 27-നായിരുന്നു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വിഷയം കല്യാണം. അപ്പോൾ ഇങ്ങനെ അതാ ഒരുമിച്ച് നിൽക്കുന്നു. അതാണ്. एक मैं हूँ, एक ईमान है, दोनों तुझ पे, हाँ तुझ पे, दोनों तुझ पे कुर्बान है. എന്നപ്പോ നല്ലൊരു സ്വഭാവമൊക്കെ ആയപ്പോ ഇഷ്ടം തോന്നുന്നു. വേറൊരു രസം ഇങ്ങനെ നല്ല വേറൊരു പിന്നെ കണ്ണു എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാരും ഞെട്ടി. എന്താ നിങ്ങൾ കാര്യമായിട്ടൊക്കെ കഴിഞ്ഞല്ലോ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും വിചാരം ആ കോളേജ് കഴിഞ്ഞത് നിൽക്കുന്നായിരുന്നു. കല്യാണം കഴിക്കുന്നൊന്നും ആരും കരുതിയിട്ടില്ല. പിന്നെ അതേമാതിരി വീട്ടിലൊക്കെ നല്ല സീൻ, എൻ്റെ വീട്ടിൽ നല്ല സീനൊക്കെ ആയപ്പോൾ ഈ 2-3 ഫ്രണ്ട്സ്, ആഷല്, സഫ്വാന്, ഇഷ്റാഖ്, നസീഫ്, എൻ്റെ കൂടെ ഉണ്ടായിനെ കിടക്കണ കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് എല്ലാത്തിനും ഉണ്ടായിനെ എന്നെ സമാധാനിപ്പിക്കാനും വീട്ടിൽ നിന്ന് ഒരിക്കലും കൊണ്ടുപോകാനും എല്ലാത്തിനും. അദ്വൈത്
അതുപോലെ എല്ലാവരും ഇനി സഫാന് ഞങ്ങളെ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും കൂടെ ഉണ്ടാവും. ഇനി തുടക്കം മുതൽ അവസാനം വരെ ഇപ്പോഴും എന്ത് കാര്യത്തിനും ഉണ്ടാവും കൂടെ. ഷാദിന് അവന് ഞങ്ങളെ കൂടെ ക്ലാസ് പഠിച്ചതാണ്. എന്താ അവനാണ് വീട്ടിൽ ഒന്നുകൂടി എല്ലാവരോടും പറഞ്ഞ് റെഡിയാക്കിയത്. ഇവളെ പറ്റി പറഞ്ഞ് എന്താ സ്വഭാവം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു കുട്ടിയാന്ന് എല്ലാവരും മനസ്സിലൊരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തു അവനാണ്. അതന്നെ പിന്നെ കുറേ പേരുണ്ട്.